രാത്രി 12 മണിയായി. എനിക്ക് വിശക്കുവാണ്. ചോറുണ്ട്, കറിയൊന്നും വെച്ചിട്ടില്ല. ഇന്ന് ഫുൾ പുറത്തുനിന്നായിരുന്നു ഫുഡ്. അപ്പം ഞാൻ വെണ്ടയ്ക്ക റൈസ് ഉണ്ടാക്കാൻ പോകും. നമ്മൾ ടൊമാറ്റോ റൈസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. വെണ്ടയ്ക്ക റൈസ് ഉണ്ടാക്കാൻ പോണേ. നമുക്ക് വെണ്ടയ്ക്ക എടുത്തു. എനിക്ക് കുറച്ച് വെണ്ടയ്ക്ക കൂടുതൽ ഇഷ്ടമാണ്. കറിവേപ്പില. ഫ്രിഡ്ജിലിരുന്ന തണുത്ത ചോറാണ്. നമ്മുടെ തലയും വാലും കളഞ്ഞിട്ടുള്ള വെണ്ടയ്ക്ക അതേണ്ടിരിക്കണം. കട്ട് ചെയ്യാൻ മടിയുള്ളവരാണെങ്കിൽ ഇതുപോലെ കത്രിക എടുത്ത് അങ്ങോട്ട് അരിയുക. അങ്ങനെ നമ്മൾ കുനുകുന അരിഞ്ഞ വെണ്ടയ്ക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കറിവേപ്പിലയും കൂടി ഇടുവാണ്. അപ്പോൾ വെണ്ടയ്ക്ക റൈസ് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. നമ്മൾ ആദ്യം വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കുക. ചട്ടി അങ്ങോട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ എടുക്കണം. നമ്മുടെ കടുകൊക്കെ കിടന്ന് അങ്ങോട്ട് പൊട്ടുന്നുണ്ട്. അത് പൊട്ടി വന്നപ്പോൾ നമ്മളത് ഈ വെണ്ടയ്ക്ക നമ്മളിടാൻ പോണേ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. വേണ്ട മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തത് മിക്സിങ് അടച്ചു വെക്കാം. ഒന്നും കൂടി മിക്സ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കാം. എന്താ ഒരു ബ്രൗൺ കളർ ആയിട്ടുള്ള വെണ്ടയ്ക്ക. അപ്പോൾ എനിക്ക് കഴിക്കാൻ പാകത്തിനുള്ള റൈസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിലിരുന്ന ഒരു റൈസ് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് കഴിക്കാൻ പാകത്തിനുള്ള ഒരു ടെമ്പറേച്ചറിലോട്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെണ്ടയ്ക്കയിലേക്ക് നമ്മൾ ഈ റൈസ് അങ്ങോട്ട് കൊത്തി അങ്ങോട്ട് ഇടുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക റൈസ് റെഡി. അപ്പൊ ഇതാണ് നമ്മുടെ വെണ്ടയ്ക്ക റൈസ്. കഴിച്ചു നോക്കാൻ പോവാണ്. ഇത്രയും നേരം കാത്തിരുന്ന ഒരു വെണ്ടയ്ക്ക റൈസിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. രാത്രി 12 മണിക്കൊക്കെ രാത്രി 12 മണിക്കൊക്കെ കൊതി വന്നാൽ ഉണ്ടാക്കി തിന്നാൻ പറ്റിയ സാധനം. അടിപൊളി. അടിപൊളി അടിപൊളി. ഞാൻ തന്നെ അലങ്കോലാക്കിയ കംപ്ലീറ്റ് സാധനങ്ങൾ ഞാൻ തിരിച്ചൊതുക്കി വെച്ചിട്ടുണ്ട് ഗൈസ്.